ഇപ്പോൾ ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലാണ്. ഇപ്പം കറൻ്റ്ലി ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ റിട്ടേൺസ് നമുക്ക് ക്വാർട്ടറിൽ എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണിത്. ഇതിന് നമ്മൾ ബേസിക്കലി ഇൻവിറ്റ് എന്നാണ് പറയുന്നത്. ഇൻവിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഇന്ത്യയിലെ ടോൾ പ്ലാസകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ റീസെൻ്റ്ലി കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും, ടോൾ പ്ലാസയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺസ് എടുക്കാം എന്ന് പറഞ്ഞാൽ. ആ ഒരു സെയിം സാധനം തന്നെയാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് സെബി റെഗുലേറ്റഡ് ആണ്, അതേപോലെ തന്നെ ഗവൺമെൻറ് റെഗുലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻവിറ്റ് എന്ന് പറയുന്ന ഫണ്ടിലേക്ക് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻവിറ്റ് എന്ന് പറയുന്ന ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഫണ്ട് നമുക്ക് ക്വാർട്ടർ ബേസിസിൽ ഒരു ഡിവിഡൻഡ് പോലെ ഒരു ഈൽഡ് തരുന്നു. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻവിറ്റിൻ്റെ മൾട്ടിപ്പിൾ ഫണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫണ്ട്സ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെബിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻവിറ്റിൻ്റെ ഫണ്ട്സ് അറിയാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. കാരണം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ ഇൻവിറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു ഫണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 10, 17, 18 ഇഷ്ടംപോലെ 25ഓളം ഫണ്ട്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇൻവിറ്റ് ഫണ്ട്സ് ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഇവിടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് IRB ഇൻവിറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഫണ്ടാണ്. ഓക്കെ, നിങ്ങൾ ഈ IRB ഇൻവിറ്റ് ഫണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ പോയി സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്റ്റോക്ക് പോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് IRB ഇൻവിറ്റ് ഫണ്ടിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, 4917 കോടിയുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 62 രൂപയാണ്. ഓക്കെ, ഹൈയും ലോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവമാണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നതാണ്. അതായത് 12.9% ഡിവിഡൻഡ് ഈൽഡാണ് നമുക്ക് ഈ IRB ഇൻവിറ്റ് ഫണ്ട് തന്നിരിക്കുന്നത്. ഏകദേശം 10,000 റുപ്പീസ് നമ്മൾ ഈ ഒരു IRB ഇൻവിറ്റ് ഫണ്ടിൽ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1290 രൂപയോളം നമുക്ക് ഇയർലി റിട്ടേൺസ് ആയിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കൊരു ബാങ്കിലിട്ടാൽ പോലും ഇത്രയും റിട്ടേൺസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിടുന്ന പൈസ നേരെ പോകുന്നത് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കൊരു ടോൾ പ്ലാസയുടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ പൈസ ടോൾ പ്ലാസയുടെ മെയിൻ്റനൻസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ടോൾ പ്ലാസയിൽ കളക്ട് ചെയ്യുന്ന പൈസയുടെ ഒരു 90% നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിനേക്ക് തിരിച്ച് കൊടുക്കണമെന്നാണ് ഈ ഒരു സെബിയുടെ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിവിഡൻസ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറൻ്റ്ലി ഇപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിട്ടേൺസും കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഈൽഡ് കാണാൻ സാധിക്കും. ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50ൽ നിന്ന് 2020 സമയത്ത് ഏകദേശം 47 കിടന്ന വാല്യൂ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ടോപ്പ് വന്നിട്ടുള്ളത് ഒരു 72 ആണ്. ഇപ്പോൾ കറൻ്റ്ലി ഒരു 62 ആണ്. അപ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഈൽഡ് ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഉള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഡിവിഡൻഡ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു റെഗുലർ ഇൻകം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇൻവിറ്റ് എന്ന് പറയുന്നത്. ഇൻവിറ്റിനെ പറ്റി കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഇൻവിറ്റാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നോക്കുക. ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്.